Good afternoon. Good afternoon, ma'am. Ma'am, prayer. Dear God, bless us to learn good knowledge and guide us to reach our full potential. Give us the strength to do our duties and provide the courage to stand for truth. Protect us from the evils in this world. May we not spread hatred or animosity among ourselves, but instead may we all live in unity, helping one another. May we live to bring peace and to wish everyone the spirit of Loka Samasta Sukhino Bhavantu. Thank you. മാം ഞാൻ എഴുതിയ പ്രയർ ആയിരുന്നു മാം വായിച്ചത്. താങ്ക് യു മാം. Thought of the day. Find it. ചിക്കുമോളെന്തേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വൈവയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ എല്ലാവരും? ശ്രദ്ധയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇവിടെ കഴിഞ്ഞോ വൈവേ? കഴിഞ്ഞു മാം. ഓക്കെ, മോർണിംഗ് ആയിരുന്നു അല്ലെ? നിങ്ങള് റീൽസ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആക്കുന്നതൊന്നും കുഴപ്പമില്ല നമ്മുടെ മെറ്റീരിയൽസ്. പക്ഷെ അത് നിങ്ങൾ ഗ്രൂപ്പിൽ എടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ചെയ്ത മെറ്റീരിയൽസിന്റെ വീഡിയോ ഗ്രൂപ്പിൽ എടുത്ത് പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ, പേഴ്സണൽ ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് പോർഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? PDF ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഷെയർ ചെയ്യാൻ പറ്റിയിരിക്കും. നമ്മൾ ടൈപ്സ് ഓഫ് ഡീവിയേഷൻ പറഞ്ഞു, സൈക്കിക് ഫ്യൂക്ക് പറഞ്ഞു, സൈക്കിക് ബാരിയർ പറഞ്ഞു, അറ്റാച്ച്മെന്റ്, പൊസസീവ്നെസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഐ തിങ്ക് സോ ഫിയർ മുതലാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് എനിക്കൊരു. ഫിയർ അല്ല, ലൈസ് ആണോ? ലൈസ് മുതലാണോ എടുക്കേണ്ടത്? ലൈസ് ആണ്. ലൈസ് അല്ലേ എടുക്കേണ്ടത്? എല്ലാവരും പേജ് നമ്പർ 116 എടുക്കാം. PDF ഷെയർ ആവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആവുമ്പോൾ ഞാൻ ഷെയർ ചെയ്തോളാം കേട്ടോ. ലൈസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈസ് ഉണ്ട്. എനിക്ക് ലൈസില് അത്യാവശ്യം ചില ലൈസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ലൈസ് ആണ്. ജസ്റ്റ് ഞാൻ പറയാം. നമ്മുടെ ഡിഫറെന്റ് ലൈസ് കുട്ടികൾ പറയാറുണ്ട്. കോമൺലി കുട്ടികൾ ഡിഫറെന്റ് ലൈസ് പറയാറുണ്ട് അല്ലെ? ജസ്റ്റ് എന്താണ് ഡിഫറെന്റ്, അപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ചെയ്തു എന്ന് പറയും. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് എന്താണ് ഫ്രൈഡേ ചോദിക്കാണ് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട് എന്ന് കുട്ടീനോട് വൈകുന്നേരം ചോദിക്കുകയാണെങ്കിൽ കുട്ടി പറയും ഹോംവർക്ക് ഒന്നും ഇല്ല മിസ്, ഇല്ല അമ്മ, വേറെ ഹോംവർക്ക് ഒന്നും മിസ് തന്നിട്ടില്ല എന്ന് പറയും. പക്ഷെ അപ്പൊ നമ്മള് സൺഡേ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവർ പറയും, അയ്യോ എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട്, ഹോംവർക്ക് ചെയ്യണം എന്ന് പറയും. കാരണം എന്താണ്, കുട്ടികൾക്ക് കളിക്കാൻ പോകണം അല്ലെ? ഫ്രൈഡേ നമ്മൾ ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കളിക്കാൻ വിടില്ല അല്ലെ? ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കളിക്കാൻ പോയാൽ മതി എന്ന് പറയും. സാധാരണ മിക്ക പാരന്റ്സും പറയുന്ന ഒരു ഡയലോഗാണല്ലേ? അപ്പോ ദാറ്റ്സ് എ ഡിഫറൻസ്. ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അത് ചെയ്തു എന്ന് പറയും. ചിലപ്പോൾ അഡൽട്ടിനെ പേടി കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കള്ളം പറയുന്നത്. ഡിഫറൻസ് ലൈക്ക് ഇപ്പൊ മേ ബി നമ്മള് പാല് കുടിച്ചോ അല്ലെങ്കിൽ ആപ്പിൾ കഴിച്ചോ നീന്ന് നമ്മള് ചോദിക്കുമ്പോ അവൻ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യും? അവൻ പറയും ആ കഴിച്ചു അമ്മ എന്ന് പറയും.
ഇല്ലേ? സാധാരണ ചുമ്മാ ഡിഫൻസിന് വേണ്ടി പറയുന്ന കള്ളങ്ങൾ, ചെറിയ ചെറിയ കള്ളങ്ങൾ കുട്ടികൾ പറയാറുണ്ട് ഇല്ലേ? നമ്മളോട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ കുട്ടികൾ എന്തൊക്കെ ടൈപ്പ് കള്ളങ്ങളാ പറയാന്ന്? ഡിഫൻസ് ലൈസ് പറയാറില്ലേ കുട്ടികള്? ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തു എന്ന് പറയാറില്ലേ? ഓക്കെ. നെക്സ്റ്റ് ആണ് സോഷ്യൽ ലൈസ്. സോഷ്യൽ ലൈസ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വിഷമം വരരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്ന കള്ളത്തെയാണ് നമ്മൾ സോഷ്യൽ ലൈസ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ ഫ്രണ്ട്, സാധാരണ നോർമൽ ഫ്രണ്ട് ഡ്രസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ചിലപ്പോ അവൾക്ക് ചേരത്തില്ല, ഒട്ടും ചേരത്തില്ല. അവളെ പുതിയ ഡ്രസ് ഇട്ട് വന്നപ്പോ അവൾ നമ്മൾ നോക്കുമ്പോൾ ഒട്ടും ചേരുന്നില്ല. പക്ഷെ അവൾ നമ്മളോട് സന്തോഷത്തോടെ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഡ്രസ് എനിക്ക് ചേരുന്നുണ്ടോ, നന്നായിട്ട് ഇണങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും? സൂപ്പറാന്നല്ലേ പറയുള്ളൂ, നല്ലതാന്ന് പറയും അല്ലെ, ഓക്കെ ആന്ന് പറയും ഇല്ലേ? നമുക്ക് വിഷമം തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയും. അതാണ് സോഷ്യൽ ലൈസ്. നമ്മൾ വിഷമിക്കണ്ടല്ലോ, കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നൊക്കെ പറയും. ഇപ്പൊ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡയലോഗാണ് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ സാധാരണ പറയുന്നത് കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊരു കള്ളാണ്, പൊട്ടൂന്ന് ഉറപ്പാണ്. എന്നാലും പറയും ആ കുഴപ്പമുണ്ടായിരുന്നില്ല, പാസ്സാവില്ലേ, ആ കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ പറയും. ഞാൻ പറയുന്ന ഡയലോഗാണ്. അപ്പോ എന്താണ് ഡിഫൻസ് ലൈഫ്, സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫ് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? സപ്പോസ് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി ഡ്രസ് ഒക്കെ ചെയ്ത് വന്നിട്ട് ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു ഇഷ്ടമായ നല്ലതാണോ എന്ന് ചോദിച്ചപ്പോ ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു? ആ നല്ല അടിപൊളിയാന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മളത് ബെസ്റ്റ് ഫ്രണ്ടിനോടൊന്ന് ചോദിച്ചു നോക്കി ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവള് കറക്റ്റ് പറയുമല്ലേ? നമ്മൾ എന്ത് വിചാരിക്കണോ എന്ന് ചിന്തിക്കില്ല ബെസ്റ്റ് ഫ്രണ്ട്. നിനക്ക് ഇതൊന്നും ചേരുന്നില്ല, ഇത് ഭയങ്കര ബോറാണ്, ഇന്നതൊക്കെയാണ് ഇതിന് കമന്റ് ഒക്കെ അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും അല്ലെ? കാരണം എന്താണ്, ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അവളെന്ത് വിചാരിക്കും, ഞാൻ എന്ത് വിചാരിക്കും, ഫ്രണ്ട്ഷിപ്പ് പോകോ എന്നൊന്നും ചിന്തിക്കില്ല. കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഫാന്റസി ലൈഫ്. ഫാന്റസി ലൈഫ് എന്ന് പറയുന്നത് കുട്ടികള് ഇമാജിനേറ്റീവ് ആയിട്ട് കള്ളങ്ങൾ പറയാറുണ്ട്. ഇമാജിൻ ചെയ്ത് കള്ളങ്ങൾ പറയാറുണ്ട്. അവരുടേതായ ഇമാജിനേഷനിൽ നിന്ന് കള്ളങ്ങൾ പറയാറുണ്ട്. നമ്മൾ ചിലപ്പോ ഒട്ടും റിയലിസ്റ്റിക് ആയിരിക്കില്ല, പക്ഷെ അവർ ഇമാജിനേറ്റീവ് ആയിട്ട് കള്ളങ്ങൾ പറയുന്നതിനാണ് ഫാന്റസി ലൈഫ് എന്ന് പറയുന്നത്. മറ്റേ അടുത്തത് സ്പിരിച്വൽ ലൈ ആണ്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ലൈസ് ആണ് ആദ്യം ഡിഫൻസ് ലൈ. Children refers to having done something to make the adult or lie by saying he has done something when he has not. അഡൽട്ടിനോട് അവൻ ചെയ്തു, അവൻ ശരിക്കും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ ചെയ്തു എന്ന് പറയുന്നതിനെയാണ്, ഒരു കള്ളം പറയുന്നതിനെയാണ് ഡിഫൻസ് ലൈൻ എന്ന് പറയുന്നത്. The child is afraid of how the adult will react to the situation. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അഡൽട്ട് റിയാക്ട് ചെയ്യുക എന്നതനുസരിച്ചാണ് കുട്ടി ഈ ഡിഫൻസ് ലൈൻ പറയുന്നത്. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു, നമ്മളെന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് പോന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം പോകുന്നപ്പോ കുട്ടി ഭക്ഷണം കഴിച്ചില്ല, നമ്മൾ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവനെ വിളിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, അവനെ നമ്മൾ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു. ഫോണിലൂടെ ആയിരിക്കും വഴക്ക് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഫുഡ് കഴിച്ചു നീ എന്ന് ചോദിക്കുമ്പോ അവൻ കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ എന്ത് പറയും, ആ ഞാൻ കഴിച്ചു എന്ന് പറയും. അതാണ് ഡിഫൻസ് ലൈൻ. മേ ബി നമ്മളോടുള്ള പേടി കൊണ്ട്, നമ്മളെ പേടിച്ചിട്ട് ആയിരിക്കും അവർ ആ ഒരു കള്ളം പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ. സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫ് എന്ന് വെച്ചാൽ ലിറ്റിൽ വൈറ്റ് ലൈസ് ആണ്, കുറച്ച് വെള്ള പൂച്ച എന്നൊക്കെ പറയുന്നത് നമ്മൾ അല്ലെ. ലിറ്റിൽ വൈറ്റ് ലൈസ് എന്നും കൂടി ഇതിനൊരു പേരുണ്ട്. ചിൽഡ്രൻസ് ടേക്ക് അപ്പ് ദിസ് ഫ്രം ദ എൻവയോൺമെന്റ്. സാധാരണയായിട്ട് അവർ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു കള്ളം അവർ കോപ്പി ചെയ്യുന്നത്. നോർമലി ഫ്രം ആൻ അഡൽട്ട്, അഡൽട്ടിൽ നിന്നാണ് ഇത് കോപ്പി ചെയ്യുന്നത്. ചിൽഡ്രൻസ് ആർ അഫ്രൈഡ് ടു സ്പീക്ക് ദെയർ ഓൺ മൈൻഡ്. അവരുടെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയാനുള്ള പേടി. ഇപ്പോ ചിലപ്പോ നമ്മളങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ മേ ബി ഞാനിപ്പോ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ മനസ്സിലായോന്ന് ചോദിക്കുമ്പോ മിസ്സേ മനസ്സിലായി എന്ന് പറയും. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടേ ഉണ്ടാവില്ല ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. നിങ്ങൾ പറയും കുഴപ്പമില്ല മിസ് മനസ്സിലായിട്ടാ എന്ന് പറയും. അതെന്താണ്, മിസ് പറഞ്ഞപ്പോ അത് മനസ്സിലായില്ല, വീണ്ടും എടുത്ത് ചോദിക്കുമ്പോ മിസ്സിന് വിഷമാവോ അല്ലെങ്കിൽ മിസ്സിന് ദേഷ്യം വരോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ സോഷ്യൽ ലൈഫ് പറയുന്നത്. ഓക്കെ ഓക്കെ ആണോ? സോഷ്യൽ ലൈഫ്, ജസ്റ്റ് വൈറ്റ് ലൈസ് ആണത്. നെക്സ്റ്റ് ആണ് ഫാന്റസി ലൈഫ്. ഇനി നമുക്കറിയാം കുട്ടികൾ നല്ല രീതിയിൽ ഫാന്റസി സ്റ്റോറീസ് പറയും, എക്സ്ട്രാ ഓർഡിനറി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കഥകൾ പറയും. ഇനി എന്നോടൊരു കുട്ടി ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം.
എല്ലാവരും കുറച്ച് കുട്ടികൾ ഒരുമിച്ചിരിക്കുകയാണ്. അവര് ക്ലാസ് ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഒരുമിച്ചിരിക്കുന്ന കഥകൾ പറയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇവൻ ഓരോ കുട്ടികൾ പറയണ അവരുടെ വീട്ടിൽ ബൈക്ക് ഉണ്ട്, ഒരാളുടെ വീട്ടിൽ ബൈക്കും കാറും ഉണ്ട്, ഒരാളുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും 2 വണ്ടി. ഇതാണ് വണ്ടികളുടെ കാര്യമാണ് ഈ കുട്ടികൾ പറയുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു കുട്ടി കുറച്ചു നേരമായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, അവനൊന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോ അവനോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ വീട്ടിൽ കുതിരി ഉണ്ട് പറഞ്ഞു. എല്ലാവരും ഭയങ്കര അറ്റൻഷൻ കിട്ടിയിട്ടവൻ. കാരണം കുതിര, അവരുടെ വീട്ടിലൊന്നും കുതിരില്ല. അപ്പൊ കുതിരയോ, ആ ഞാൻ രാവിലെ അച്ഛനും കുതിരയിലാണ് പോണത്, അച്ഛൻ എന്നെ കുതിരയിൽ ഇരുത്താറുണ്ടല്ലോ, റൈഡ് ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുതിരയാണ് സാധാരണ ഞങ്ങളുടെയൊക്കെ നാട്ടില് കുതിരനെ വളർത്തുന്ന പെറ്റ്സ് ആയിട്ട് വളർത്തുന്നുണ്ട്, മിക്ക വീടുകളിലും വളർത്തുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ ആ കുട്ടിയുടെ വീട്ടിലും കുതിര ഉണ്ടാവുമായിരിക്കും. ഞാൻ ഈ പറയുന്ന പോലെ അല്ല അവൻ ഈ പറയുന്നത്. അവൻ ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് പെർഫെക്ഷനോടെ പറയാൻ അറിയാമോ. അപ്പൊ എല്ലാവരും കേട്ടോണ്ടിരിക്കണം. അപ്പൊ അവൻ പറഞ്ഞു കുതിരയുടെ കളറാണ് പിന്നെ പറയുന്നത്. വെള്ള കളറാണ് ആ കുതിരയ്ക്ക്, നല്ല വെളുത്ത കുതിരയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ, വെളുത്ത കുതിരയായിരിക്കും, കോമൺ ആയിട്ട് കാണുന്നുണ്ട്, റെന്റിനൊക്കെ കൊടുക്കും, വെളുത്ത കുതിരേനൊക്കെ റെന്റിനൊക്കെ കൊടുക്കും, അങ്ങനെ ആയിരിക്കും വളർത്തുന്നതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു അവന്റെ വെളുത്ത കുതിരയ്ക്ക് 2 വെളുത്ത ചിറകുകൾ ഉണ്ടെന്ന്. മനസ്സിലായി കള്ളം പറയണേന്ന്. ബാക്കി എല്ലാ കുട്ടികളും അവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ അവനെ നോക്കാൻ തുടങ്ങി. അവൻ കള്ളം പറയുന്ന എല്ലാവരും വിശ്വസിച്ചു തുടങ്ങി. ശരിക്കും ആ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളും വിശ്വസിച്ചു. കാരണം വെളുത്ത ചിറകുള്ള വെള്ള കുതിര അവന്റെ വീട്ടിലുണ്ടെന്ന് ബാക്കി എല്ലാവരെയും അവൻ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഓക്കെ, ഞാൻ അത്രയും നേരം വരെ ഞാൻ വിശ്വസിച്ചു. ഞാൻ ഈ പറയുന്ന തമാശ രീതിയിലല്ലേ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ അല്ലാണ്ട് അവൻ പറയണം, അവൻ സീരിയസ് ആയിട്ട് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടാണ് അവൻ ഈ കാര്യം പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷെ വെള്ളച്ചിറകിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എനിക്ക് മനസ്സിലായി, അത് വെള്ളച്ചിറക് ഇതാണ് കള്ളോണെന്ന് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞപ്പോ ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇവൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് നിന്നപ്പോ നോക്കുമ്പോ കാണുന്നത് ഒരു ബാഗുമ്മ എന്താണ് ഒരു യൂണിക്കോൺ ഇല്ലേ, ഇപ്പൊ കുട്ടികളുടെയൊക്കെ ബാഗിലൊക്കെ യൂണിക്കോണിന്റെ ഇമേജ് ഉണ്ടല്ലോ, ഈ യൂണിക്കോണിനെ കണ്ടിട്ടാണ് എന്ത് അവൻ ആ കഥ പറഞ്ഞത്. ഭയങ്കര കഥയായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒരു ചെറിയൊരു കണ്ടന്റല്ലേ പറഞ്ഞോളൂ നിങ്ങളുടെ അടുത്ത്. അവൻ ഇമാജിനേറ്റീവ് ആയിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇമാജിനേറ്റീവ് കണക്ട് ചെയ്തൊക്കെയാണ് കഥ പറഞ്ഞത്. അതാണ് ഫാന്റസി. കുട്ടികൾ കള്ളം പറയാറില്ലേ, ഫാന്റസി ലൈഫ് പറയാറില്ലേ? എന്ത് നോർമലാണ്. ഞാൻ പറഞ്ഞതിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായ കഥ കേട്ടപ്പോ. കാരണം അവൻ ആ ഒരു ചെറിയ പ്രായത്തില് 3-3.5 വയസ്സുള്ളപ്പോ അത്രയും ഇമാജിനേറ്റീവ് ആയിട്ട് സ്റ്റോറി പറയുമെങ്കിൽ അവൻ വലുതായി കഴിയുമ്പോൾ അതിനേക്കാൾ നല്ല രീതിയിൽ എനിക്ക് ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു കുട്ടിയാണ്. The children will able to tell an extraordinary story to shock or interest the adult. അഡൾട്ടിന്റെ ഇൻട്രസ്റ്റ് കിട്ടാനും മറ്റു കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്താണ് ഫാന്റസി ലൈഫ്സ് കോമൺലി പറയാറ്. This is their way to cry for attention or to fit in the group. ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണയായിട്ട് കുട്ടികൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്. Children always have one better story than the next. സാധാരണയായിട്ട് കുട്ടികൾക്ക് ഒന്നിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറീസ്, അതൊരു സ്റ്റോറി പറയും, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും നെക്സ്റ്റ് ടൈം അവർ പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്പിരിച്വൽ ലൈസ്, ആത്മീക തുണകള്. ഓക്കെ, സ്പിരിച്വൽ ലൈസ്. ഈ സ്പിരിച്വൽ ലൈസ് എന്ന് പറയുന്നത് ഒരു ഡീവിയേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയൊരു പ്രായത്തിൽ മുതലാണ്. ഒരു കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ കുട്ടികളിൽ സ്പിരിച്വൽ ആയി കോമൺലി നമ്മൾ കണ്ടു തുടങ്ങും. പിന്നെ അത് അഡൾട്ട് ആവുമ്പോഴും ആ ഒരു ലൈഫ് തന്നെ കുട്ടികളുടെ ലൈഫ് ലോങ്ങിലേക്ക് വരും. ഇതിനെയാണ് നമ്മൾ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോ മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണ്, എന്താ പറയാ, ആത്മീക നുണകൾ എന്നൊക്കെ പറയും. എന്ന് വെച്ചാല് നമ്മള് ആൾദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു പരിധി വരെ. ഇപ്പം നമ്മള് വിട്ടൊരാളാണ്, ആ ഒരു രീതിയിലൊക്കെ ആൾദൈവങ്ങള്. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മതം മാത്രമാണ് വലുത്, മറ്റുള്ളവരുടെ മതം മോശമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ സ്പിരിച്വൽ ലൈഫ്. അതാണ് സ്പിരിച്വൽ ലൈഫ്. അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാല് നമ്മള് ഹ്യൂമാനിറ്റിയാണ് ബേസ്. അവിടെ മതം അതൊന്നും ഒരു പ്രശ്നമല്ല. റിലീജനോ മതമോ ഒന്നും അതിന്റെ ഒരു ബോർഡർ ആവാൻ പാടില്ല. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഏതൊരു മതത്തിന്റെ ആയാലും അതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമാനിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മനുഷ്യത്വം അല്ലെ, മനുഷ്യത്വം ഉള്ള രീതിയിലാണ് കുഴപ്പമില്ല. ഹ്യൂമാനിറ്റിയുടെ ബേസിലാണ് ഏതൊരു മതവും പ്രവർത്തിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല.
അപ്പോ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുട്ടികളോട് നമ്മൾ ചെറുപ്പത്തിലെ പറയും നമ്മളുടെ ദൈവമാണ് നല്ലത്, മറ്റുള്ളവരുടെയൊക്കെ മതം മോശമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കുട്ടീനെ വലുതാക്കുകയാണെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ അവൻ അഡൾട്ട് ആവുമ്പോഴും അവന്റെ ഉള്ളില് അവന്റെ മതം മാത്രമാണ് നല്ലത്, ബാക്കി മതത്തിലോടൊക്കെ ശത്രുത വരും. പിന്നെ എന്താണ് നമ്മൾ കാണുന്ന യുദ്ധവും വാറും കാര്യങ്ങളിലേക്കൊക്കെ പോലെ. Spiritual life. Such deviations start in childhood and it also appear in adulthood. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് ഈ ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡൾട്ട് ആയി കഴിയുമ്പോൾ അത് അവരിൽ കാണും. When you accept your deviation, ഈ ഒരു ഡീവിയേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ തന്നെ ഭാഗമായിട്ട് മാറും. ആസ് ഇഫ് ദേ വേർ ദ പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെയായി മാറും. യു വിൽ ലീവ് ബൈ യുവർ ഡീവിയേഷൻ റാദർ ദാൻ റിവീലിംഗ് യുവർ ട്രൂ നേച്ചർ. അവരുടെ ട്രൂ നേച്ചർ റിവീൽ ചെയ്യാതെ അവരുടെ ആ ഒരു ഡീവിയേഷനിൽ തന്നെ അവരെന്ത് ചെയ്യും, ഡീവിയേഷനിൽ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, പെട്ടെന്ന് ആ ഒരു ഡീവിയേഷൻ ഓവർകം ചെയ്ത് വരാനായിട്ട് ഭയങ്കര പാടാണ്. സ്പിരിച്വൽ ലൈഫ് ഇതിലെത്തിരി എന്താണ് കുറച്ച് ഹാം ആയിട്ടുള്ളത്, മറ്റുള്ളവർക്ക് ദോഷമായിട്ട് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈ ആണ് ഏത് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അതിൽ സ്പിരിച്വൽ ലൈഫ് മാത്രമാണ് കുറച്ച് പ്രശ്നമുള്ളത്. ബാക്കി എല്ലാ ലൈഫ്സും ഓക്കെയാണ്. ഡിഫറൻസ് ലൈ ആയാലും സോഷ്യൽ ലൈ ആയാലും ഫാന്റസി ലൈ ആയാലും അതൊക്കെ നോട്ട് ഹാർംഫുൾ ആണ്. സ്പിരിച്വൽ ലൈഫ് മറ്റുള്ളവർക്ക് ഹാർംഫുൾ ആവാനായിട്ട് കാരണമാകും. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്റർ ഏതാണ്, യൂണിറ്റ് 5 എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്ററിന്റെ പേര് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് അല്ലെ. എന്താണ് നോർമലൈസേഷൻ, എന്താണ് ഡീവിയേഷൻ എന്ന് മനസ്സിലായോ എല്ലാവർക്കും? മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ ഡീവിയേറ്റഡ് ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ ആദ്യം വരുന്ന സമയത്ത് മേ ബി അവർ നോട്ടി ചിൽഡ്രൻ, വീക്ക്, ബ്രൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൈക്കിക് ഫ്യൂഗ്, സൈക്കിക് ബാരിയർ, അതേപോലെ തന്നെ ഓവർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികളാവാം, കള്ളങ്ങൾ പറയുന്ന കുട്ടികളാവാം, അങ്ങനെയുള്ള കുട്ടികളായിരിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷേ അവര് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ, അവര് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ എന്ത് ചെയ്തോടും വർക്ക് ചെയ്യുന്നതിലൂടെ അവരിലുള്ള ഡീവിയേഷൻ പതിയെ ഡിസപ്പിയർ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പതിയെ ഡിസപ്പിയർ ആവും. ഓക്കെ, അവരിൽ ആ ഒരു ഡീവിയേഷൻ പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആവും. അവരിൽ നല്ല ക്വാളിറ്റീസ്, നോർമലൈസ് ചിൽഡ്രന്റെ നല്ല ക്വാളിറ്റീസ്, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോള്, ഒബീഡിയൻസ്, then order and power to act on real choice rather than curiosity, obedience, joy, spontaneous self control, self discipline. അങ്ങനെ അവർ ആരായിട്ട് മാറും? നോർമലൈസ്ഡ് ചിൽഡ്രൻ ആയിട്ട് മാറും. ആ മാറുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നത് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും അല്ലെ. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ എന്ത് പറയും? നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും. ആ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ. എന്താണ്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നല്ലൊരു കെട്ടുറപ്പിന്റെ ഒരു കൂട്ട്, നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു നല്ല ബോണ്ടുള്ള, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, കെട്ടുറപ്പുള്ള നല്ലൊരു ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യുന്ന ആ കുട്ടികൾ, നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. കണ്ടിന്യൂഷൻ ആണ്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. നോക്കാം. ഇനി മോണ്ടിസോറി ക്ലാസ് റൂം. Children are provided with the environment capable of being nourished, and teachers is careful about the various stages of the development of the child and help him with his internal need. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ നല്ല രീതിയിൽ നറിഷ് ചെയ്ത് അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. അവരുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. കുട്ടികളുടെ ഇന്റേണൽ നീഡ്സും കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ദസ് ദ ചൈൽഡ് ഈസ് ഏബിൾ ടു വർക്ക് ആസ് പെർ ഹിസ് വിൽ. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹിസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി
വർക്ക് ഇൻ യൂണിസൺ. അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ മെന്റൽ എനർജി, ഫിസിക്കൽ എനർജി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും, യൂണിസൺ ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ചൈൽഡ് ബിക്കം നോർമലൈസ്ഡ്. അങ്ങനെയാണ് ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് ആ കുട്ടി മാറുന്നത്. Thus, a Montessori classroom become a gathering of normalized children. അതുകൊണ്ടാണ് നോർമലൈസ്ഡ് ചിൽഡ്രന്റെ ഒരു ഗ്യാതറിംഗ് ആണ് ഏത് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. When the childrens are normalized, നമ്മുടെ കുട്ടികളെ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആയിട്ട് മാറുമ്പോൾ it is possible to give them perfect freedom in a class. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കാനായിട്ട് പറ്റും. നോർമലൈസ് നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ മേ ബി ഡീവിയേറ്റഡ് ആയിരിക്കും. അവർ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് അവരില് ഈ പറയുന്ന എന്താ പറയാ നെഗറ്റീവ് ക്യാരക്ടർ ഡിസപ്പിയർ ആയിട്ട് മാറുമ്പോൾ അവർ നോർമലൈസ്ഡ് ചിൽഡ്രൻ ആയിട്ട് മാറും. അപ്പൊ ഈ നോർമലൈസ്ഡ് ചിൽഡ്രനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്ലാസ് റൂമിന്റെ പെർഫെക്റ്റ് ഫ്രീഡം നമുക്ക് കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് യറ്റ് ഹാവ് എ പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഫ്രം ദം. അവരിൽ നിന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മേ ബി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ സെമിനാർ അസൈൻ ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആണ്. കാരണം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെമിനാർ അസൈൻ ചെയ്തിട്ട് മേ ബി ദിവ്യ ഒന്ന് നോക്കിയോ അല്ലെങ്കിൽ വിദ്യ ഒന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കറക്റ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് സെമിനാർ കണ്ടക്ട് ചെയ്യും, ഇല്ലേ? പക്ഷേ നമ്മൾ ആദ്യം ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളോട് സെമിനാർ സ്വയം എടുത്തോ, നിങ്ങളൊന്ന് ആരെങ്കിലും ഒരാളൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ തർക്കങ്ങൾ വരാനുള്ള ചാൻസ് ഇല്ലേ? അതാണ് നമ്മളുടെ നിങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വന്നപ്പോൾ നോർമലൈസ്ഡ് ചിൽഡ്രൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്നതിന് ശേഷം നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലൈസ്ഡ് ചിൽഡ്രൻ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് അത് തെളിയിക്കുന്നത്. ഓക്കെ, അപ്പോ മാറിയിട്ടുണ്ടെന്നാണ് എന്റെയും ഒരു വിശ്വാസം. Thus, a Montessori classroom become a gathering of normalized children. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു പ്ലേസ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. When children are normalized, it is possible to give them perfect freedom in a class and yet to have the perfect discipline from them. അങ്ങനെ നോർമലൈസ്ഡ് ചിൽഡ്രനിൽ നമുക്ക് പെർഫെക്റ്റ് ഫ്രീഡം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ആ കുട്ടികളിൽ പെർഫെക്റ്റ് ഡിസിപ്ലിൻ നമുക്ക് കാണാൻ സാധിക്കും. This is the society of new children. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മൊത്തമായിട്ട് പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയും കേട്ടോ. രണ്ട് പേര് പറയുന്നുണ്ട്. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ റെഫേഴ്സ് ടു ബൈ മോണ്ടിസോറി നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തെ പറയാൻ നോട്ട് ചെയ്യുന്ന രണ്ട് പേരുകളാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രനും സൊസൈറ്റി ബൈ കൊഹീഷൻ എന്നും. This is something formed by an attraction between and among the children. കുട്ടികൾ തമ്മിലുള്ള അട്രാക്ഷനും ആ ഒരു ബോണ്ടും അതിന്റെ ബേസിലാണ് ഈ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഫോം ആകുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങള് ഇപ്പൊ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 25 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ 25 സ്റ്റുഡൻസും ഡിഫറെന്റ് ഏരിയാസിൽ ഡിഫറെന്റ് ഡിസ്റ്റൻസിൽ നിങ്ങളുടെ എന്താണ് സെപ്പറേറ്റഡ് ആണ്, അല്ലെ? നമ്മള് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റഡ് ആണ്. പക്ഷെ മനസ്സുകൊണ്ട് എല്ലാവരും MP16 സ്റ്റുഡൻസ് അല്ലേ? MP16 എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റുഡൻസ് അല്ലേ? നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബാച്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളായിരിക്കും ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആ കുട്ടിയായിരിക്കും, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് സൊസൈറ്റി ഓഫ് കൊഹീഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ക്ലാസ്സിന്റെ പുറത്തും നമ്മളുടെ ആ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ കാര്യങ്ങളും വേണം. ഒരു നല്ലൊരു കെട്ടുറപ്പ് വേണം, നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം, നല്ല ഹാർമണിയോടുകൂടി വർക്ക് ചെയ്യണം. നാളെ ഒരു ദിവസം ഈ ക്ലാസ് റൂമൊക്കെ മേ ബി നമ്മള് എന്താ പറയാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ അവിടെ നമ്മൾ കിട്ടുന്ന ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. സോ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ പോയാലും നിങ്ങൾ നല്ലൊരു ഹാർമണിയോട് കൂടി, നല്ല ഐക്യത്തോടു കൂടി, നല്ല കെട്ടുറപ്പോട് കൂടി തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അത് നമ്മളുടെ ക്യാരക്ടറാണ്. നമ്മൾ എവിടെ ചെന്നാലും അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രകടിപ്പിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് കാരണമാണ് ഈ ഒരു ക്ലാസ്സിന് ഇങ്ങനെ നല്ലൊരു കെട്ടുറപ്പ് സംഭവിച്ചത്. ചിലപ്പോൾ ടീച്ചർമാരോടുള്ള കോണ്ടാക്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തുമായിരിക്കും, അല്ലെ? ഒരു ബാച്ച് കഴിയുമ്പോൾ ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നത് കുറവാണ്. സാധാരണ എങ്ങനെയാണ്, അത്രയും നാൾ നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്ത കുട്ടികളായിരിക്കും. ആ ഒരു ബാച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് കുറച്ചകത്തൊക്കെ പോകും. അതൊക്കെ
പക്ഷേ നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പ് വേണം എന്നും. ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തിരുന്നു എന്നും, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമ്മൾ പാട്ട് പാടുമായിരുന്നു, നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കെട്ടുറപ്പ് വേണം. ഞാൻ രണ്ട് ക്ലാസ്സുകൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു ക്ലാസ് MT5 ആണ്. MT5 എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ ടൈം, അപ്പൊ നിങ്ങളെ പോലെ ഞാൻ ഫുൾ ടൈം ടീച്ചറായിട്ട് പോയ ഒരു ബാച്ച് ആയിരുന്നു MT5 എന്ന് പറയുന്ന ക്ലാസ്. ഞാൻ വന്നിടയ്ക്ക് എടുത്തൊരു ബാച്ച് ആണ്. വന്നിടയ്ക്ക് ആ ഒരു ടൈമിൽ ഈവനിങ്ങിലൊക്കെ വന്നൊരു ബാച്ചാണ് MT5 എന്ന് പറയുന്ന ബാച്ച്. അപ്പോ ആ ബാച്ചിലെ കുട്ടികളെല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ഇപ്പോ ഒരു ഓൺലൈൻ ട്യൂഷൻ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലെ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവർക്കും ജോലി കിട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു കുട്ടിക്കും അവർക്ക് ജോലി കിട്ടി, അപ്പൊ ഷെയർ ചെയ്തു. സന്തോഷം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് ആ കുട്ടിക്ക് ജോലി കിട്ടിയത്. അപ്പൊ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തപ്പോ മറ്റു കുട്ടികൾ വേറെ പറഞ്ഞു, നിനക്ക് കിട്ടിയല്ലേ, എനിക്ക് മാത്രം ജോലി ഒന്നും കിട്ടുന്നില്ല, ഞാൻ കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ എനിക്ക് എല്ലാവർക്കും റിജക്ഷൻ ആണ്, എനിക്ക് എന്താ അങ്ങനെ പറ്റാത്തത് ചോദിച്ചു. ആ കുട്ടികളോട് സങ്കടം പറഞ്ഞു. ആ കുട്ടി എന്ത് ചെയ്തു, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ ആപ്പ് ചെറുതായിട്ട് ഒരു 10 പേരെ ഇൻക്ലൂഡ്, നിസ്സാരം 10 കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആദ്യം ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ അത് 100 പേരോളം ആയി. MT5 തന്നെ സ്റ്റാഫുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒരുപാട് പേര് MT5 കുട്ടികൾ തന്നെയാണ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു കാര്യം, അത് ഒരു കിട്ടുറപ്പിന്റെ ഒരു റിസൾട്ടാണ്. അടുത്തൊരു ബാച്ചിനെ ഞാൻ പരിചയപ്പെടുത്താം. MT8 എന്ന് പറയുന്ന ബാച്ച്. MT8 എന്ന് പറയുന്ന ബാച്ച് ഇങ്ങനെ ആപ്പോ അല്ലെങ്കിൽ കിട്ടുറപ്പൊന്നും നമുക്ക് പറയുന്നില്ല. പക്ഷെ അവര് തമ്മിൽ എല്ലാവരും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. നമ്മള് ഫോട്ടോസും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവര് ഫ്രണ്ട്സ് നല്ലൊരു ബോണ്ട്, നല്ലൊരു എന്താ പറയാ ഭയങ്കര ബോണ്ടുള്ള ബാച്ചാണ്. അപ്പൊ നിങ്ങളും അതേപോലെ തന്നെ ആയിരിക്കണം. അപ്പൊ എത്ര നാളായി, 1 വർഷമോ 1.5 വർഷമൊക്കെ കഴിഞ്ഞു അവരുടെ ബാച്ച് പാസ് ഔട്ട് ആയിട്ട്, 1 വർഷത്തോളമായി. നിങ്ങളും അതേപോലെ തന്നെ ആയിരിക്കണം. ഈ സൗഹൃദങ്ങൾ ഒരിക്കലും എവിടെയും നഷ്ടപ്പെടുത്താതെ ലൈഫ് ലോങ് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, നോക്കാം. It is natural and spontaneous unification of cohesion. നിങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ മധു ചേച്ചിയൊക്കെ നമ്മളുടെ ആരൊക്കെയാണ് എന്നൊരു തോന്നൽ നമുക്ക് തോന്നുന്നില്ലേ? അതൊക്കെ എന്താണ്, ഇപ്പൊ നമ്മള് കുക്കുനെ കാണാതാവുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നില്ലേ, അതൊക്കെ എന്താണ് കാരണം? അത് നാച്ചുറലി നമ്മൾ സംഭവിക്കുന്നതാണ്. നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു യൂണിഫിക്കേഷൻ ആണ്, കൊഹീഷന്റെ തന്നെ ഒരു ഭാഗമാണ്. Children are able to attain such a cohesion because they are naturally full of love, sympathy, feel for others. മറ്റുള്ളവരോടുള്ള ഇഷ്ടം, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സ്, അയ്യോ അവർക്ക് എന്ത് പറ്റിയാവോ എന്നുള്ളൊരു ഫീലിംഗ്, അതൊക്കെ നമ്മളുടെ കോഹീഷന്റെ ഒരു ഭാഗം തന്നെയാണ്. Therefore, we should help them foster this quality by giving them right environment and condition. നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ നല്ലൊരു റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ കുട്ടികളിലും ഈ പറയുന്ന നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമ്മള് സ്നേഹം, കെയർ, ലവ്, ഷെയറിങ്, ഇതെല്ലാമാണ് സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികള് അവര് എന്താണ്, അവരെ ഔട്ടർ വേൾഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? മോണ്ടിസോറി എൻവയോൺമെന്റ് പഠിക്കുന്ന മിക്ക കാര്യങ്ങളും തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഔട്ടർ വേൾഡിലെ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അതും അവരെ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കോ സൊസൈറ്റി ഓഫ് കൊഹീഷൻ? ഒന്ന് വായിച്ചു നോക്കട്ടോ.
വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് ആണ് കൊഹീഷന്റെ ബേസ് എന്ന് പറയുന്നത്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ ക്ലാസ്സിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രസീത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അടക്കം ബാക്കി എല്ലാ കുട്ടികളും മ്യൂട്ട് ആക്കും, ഇല്ലേ? പ്രസീത സംസാരിച്ചതിന് ശേഷമായിരിക്കും ഞാനായാലും മറ്റു കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോ നമ്മൾ റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്, ഒരാൾക്ക് സംസാരിക്കാനുള്ള ഒരു റൈറ്റ്, സംസാരിക്കാൻ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള റൈറ്റ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ് എന്ന് പറയും. There are normally dispute between children over material. കുട്ടികളുടെ മെറ്റീരിയൽസിനെ ചൊല്ലിയിട്ട് തർക്കങ്ങൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്നതല്ലേ. ആൻഡ് മെനി അതർ സിറ്റുവേഷൻസ്, ഡിസ്പ്യൂട്ട് വരാനായിട്ട് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. However, children in Montessori school are capable of solving the problem by themselves. കുട്ടികൾ തന്നെ പരസ്പരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പരസ്പരം സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ത്രൂ റെസിപ്രോക്കൽ കൺസെന്റ് ആൻഡ് എഗ്രിമെന്റ്. പരസ്പരമുള്ള ആ ഒരു റെസിപ്രോക്കൽ കൺസെന്റ് ആൻഡ് എഗ്രിമെന്റ് പുറത്ത് അവരെന്ത് ചെയ്യും? അവരെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം, പിങ്ക് ടവർ ആവശ്യം. എനിക്ക് പിങ്ക് ടവർ ചെയ്യണം എന്നുണ്ട്. ഞാൻ അവിടുത്തെ കുട്ടിയാണ്, പിങ്ക് ടവർ ചെയ്യണമെന്നുണ്ട്. ഒരു കുട്ടിയെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ആ മെറ്റീരിയൽ അതിന്റെ പ്ലേസിൽ വെക്കുമ്പോഴായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ആ മെറ്റീരിയൽസ് എടുത്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി തർക്കിച്ച മെറ്റീരിയൽ വാങ്ങിച്ചൊന്നും നമ്മുടെ കുട്ടികൾ എടുക്കില്ല. അവരത് വെയിറ്റ് ചെയ്യും. അവർ ആ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യും. ആ ക്ഷമ, അല്ലെ, നമ്മുടെ കുട്ടികൾക്ക് എന്തില്ലാത്തൊരു ക്വാളിറ്റിയാണ് അല്ലെ പേഷ്യൻസ് എന്ന് പറയുന്നത്. ആ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ വേറൊരെണ്ണം പറയാം. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്ന സമയത്ത്, പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മള് ഒരു കുട്ടി നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒരു കുട്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം, ഒരു ടീം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ചെയ്യാനെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യും, ഇല്ലേ? വെയിറ്റ് ചെയ്തിട്ട് അവര് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ആ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ആ ഒരു എൻവയോൺമെന്റിൽ കണ്ടില്ലേ? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ? നെക്സ്റ്റ് ആണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. There would be such care between the children where the older ones will help the younger ones while the younger ones help each other. നമ്മുടെ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളുടെ ഒരു ക്ലാസ് റൂം ആണ്, അല്ലെ? ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളുടെ ഒരു ക്ലാസ് റൂം ആണ് ഏത് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികള് യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിൽ, ഇല്ലേ? മുതിർന്ന കുട്ടികള് അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോ സപ്പോസ് ഞാൻ എക്സാമ്പിൾ വേറെ പറയാം. ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടൊരു കുട്ടിയാണെങ്കിൽ ഓഫ്ലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും, അല്ലെ? മറ്റു കുട്ടികളെ പറഞ്ഞൊക്കെ കൊടുക്കും. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മെസ്സി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പൊ കാണാത്തവർക്ക് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവര് സുഹൃത്തുക്കളായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ദേ വുഡ് ഷോ റെസ്പെക്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് അതേഴ്സ്. മറ്റുള്ളവരുടെ വർക്കിനോട് റെസ്പെക്റ്റും ഇൻട്രസ്റ്റും നമ്മുടെ കുട്ടികളെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദർ വുഡ് ബി അഡ്മിറേഷൻ ഓഫ് ഈച്ച് അതേഴ്സ് വർക്ക്. പരസ്പരം, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാം, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇന്ന് രാവിലെ ദിവ്യ മോണ്ടിസോറി മെറ്റീരിയൽസ് സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ടെന്ന് വിചാരിക്കേ. എക്സാമ്പിൾ, മെറ്റീരിയൽസ് എല്ലാം വേണ്ടത് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളത് കാണുമ്പോൾ നമുക്ക് അവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ തന്നെ ഫീലിംഗ് വരും, ഇല്ലേ? അപ്പൊ നമ്മൾ പറയും, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയില്ലേ ആളോട്? പറഞ്ഞിട്ടുണ്ടാവും അല്ലെ നിങ്ങള്? ഞാനാണെങ്കിലും എങ്ങനെയെങ്കിലും ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഞാൻ ആ കാര്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, മേ ബി. അപ്പൊ എന്താണ് നമ്മളുടെ ഫ്രണ്ട്സിന്റെ വർക്കിനോടും ഇൻട്രസ്റ്റിനോടൊക്കെ നമ്മൾ റെസ്പെക്ട് കാണിക്കും. അവര് വർക്ക് ചെയ്തതും മെറ്റീരിയൽസ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും വിട്ടുപോയാന്നൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കും നമ്മളോട്. അപ്പൊ നമ്മളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ.
ഓക്കെ, ജസ്റ്റ് ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞുണ്ടോ. അപ്പോ അങ്ങനെ നമ്മളത് എന്ത് ചെയ്യുന്നു, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് നന്നായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കും ഒരു കോൺഫിഡൻസ് കിട്ടും. എക്സാമിന് മുമ്പ് വൈവയ്ക്ക് മുമ്പൊക്കെയാണ് അങ്ങനെ പറയണമെങ്കിൽ കുറച്ചൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ. നമ്മളുടെ ഫ്രണ്ട്സിനെ നമ്മൾ സഹായിക്കുന്നു, അവരുടെ വർക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, there would be admiration of each other's work and all this comes spontaneously and naturally from the children. കുട്ടികളിൽ ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല സംഭവിക്കുന്നത്, ഇത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. That is usually because in Montessori environment children are given freedom. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്, ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. ചിൽഡ്രൻ നീഡ് നോട്ട് ടു കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. നിങ്ങൾ തമ്മിൽ ആരും തമ്മിൽ പരസ്പരം കോമ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. കോമ്പറ്റീഷൻ ഉണ്ടോ നിങ്ങളുടെ എൻവയോൺമെന്റിൽ? ഇല്ല. അതേപോലെ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ തമ്മിൽ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. നോ കോമ്പറ്റീഷൻ ഇസ് പെർമിറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കോമ്പറ്റീഷൻ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നില്ല. ആൻഡ് നോർമലി this prepare the children to want to share and help one another. അപ്പോ ഇത് കുട്ടികളെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാനും അതേപോലെ മറ്റുള്ളവരായിട്ട് എന്തുണ്ടെങ്കിലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി റെസിപ്രോക്കൽ ഹെൽപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പൊ ചിലപ്പോൾ ഞാൻ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തിനെ സഹായിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ ചിലപ്പോ ആ വ്യക്തി ആയിരിക്കില്ല എന്നെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, മറ്റാരെങ്കിലും മുഖേന ആയിരിക്കും നമുക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടുന്നത്, അല്ലെ? മറ്റൊരു വ്യക്തി ആയിരിക്കും നമ്മളെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മളെ സഹായിച്ച ആൾക്കാരെ ഒരിക്കലും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പോലും വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു വ്യക്തിയിലൂടെ നമുക്ക് ആ ഒരു സഹായം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സഹായിക്കുന്ന സമയത്ത് സഹായിച്ചുകൊണ്ടേയിരിക്കും. സഹായങ്ങൾ കൊടുക്കുമ്പോ തന്നെ അത് മറന്നു പോവുക. നമ്മൾ ഇന്നൊരാളെ ഇന്നൊരു സിറ്റുവേഷൻ സഹായിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിൽ അത് സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവൻ നമ്മൾക്ക് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ അവൻ സഹായിച്ചില്ലല്ലോ എന്നൊരു വിഷമമായിരിക്കും പിന്നീട് നമ്മുടെ മനസ്സിൽ വരുന്നത്. സോ നമ്മൾ സഹായിക്കുക വ്യക്തികളെ, അത് പിന്നെ മറന്നു കളയാം, അല്ലെ? സഹായത്തിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ മറന്നു കളയണം. ഇനി മോറൽ ഹെൽപ്പാണ്. നമുക്കറിയാം അല്ലെ, നമുക്കറിയാം എന്താണ് ശരി എന്താണ് റോങ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ബാഡ് ഓർ മിസ്ചീഫ്, എങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പാടില്ല, എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. സാധാരണയായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഈ കുട്ടികളെ ആരിൽ നിന്ന് കണ്ടാണ് പഠിക്കുന്നത് അറിയാമോ? മിക്സഡ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത്. അതിൽ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, ഓൾഡർ വൺസ്. അവരായിരിക്കും മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അവരെ കണ്ടിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കുട്ടികള് പഠിക്കുന്നത്, ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കുട്ടികള് നല്ല രീതിയിൽ മോറൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, നോക്കാട്ടോ. A child provide moral help to other children by comforting them for being wrong, for being bad. ഇപ്പൊ നമ്മളെ കുട്ടികൾ നമ്മളോട് വിഷമം പറയുമ്പോൾ നമ്മൾ അവരെ കംഫർട്ട് ചെയ്യാൻ കുഴപ്പമില്ല, ഓക്കെ ആണ്, പ്രോബ്ലം സോൾവ് ആകും, ഇപ്പൊ ഈ സങ്കടം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നാളെ നല്ലൊരു ദിവസമായിരിക്കും. നമ്മൾ പറയാറുണ്ട്, ഒരു വർഷത്തില് ഒരു ദിവസം വളരെ മോശമായ ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി 365 ദിവസവും 364 ദിവസവും മോശമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് വേണ്ടത്. അല്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യാ, ആ ഒരു ദിവസം നമുക്ക് മോശമായിരുന്നു, പക്ഷെ അത് ഓവർകം ചെയ്യും. നമ്മളത് ഓവർകം ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ഓവർകം ചെയ്ത് കൊണ്ടുകൊണ്ട് തന്നെ വരും. എത്ര നമ്മള് ബാക്ക് പുറകോട്ട് പിൻവലിഞ്ഞാല് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് വരും. അത് നമ്മൾ അങ്ങനെ ആ ഒരു കംഫർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. ഡിഫറെന്റ് ഫ്രം ദ ചിൽഡ്രൻ റിഗാർഡ്സ് ദ റോങ് ഡൺ as something bad or mischief, but rather regard it as misfortune, and one who had done these unfortunate ones who should be comforted and helped. Okay, maybe നമ്മള് കാര്യം നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി, അതൊക്കെയാണ്. കുട്ടികൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റും. അത് വലിയ പാപമോ ഒരു വ്യക്തിയുടെ പ്രശ്നമൊക്കെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അവരെ കംഫർട്ട് ചെയ്ത് അവരെ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ കൊടുത്ത് അവരെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചിൽഡ്രൻസ് വിൽ ഇൻസ്പയർ വൺ അനദർ ടു ബി ഗുഡ്. കുട്ടികളാണ് പരസ്പരം ഇൻസ്പയർ ആവും. നമ്മളിപ്പോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ
ഓവർകം ചെയ്ത് വരാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓവർകം ചെയ്ത് വരാൻ നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി മിക്സഡ് ഏജ് ഗ്രൂപ്പ്, മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മിക്സഡ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. ഓൾഡർ ചിൽഡ്രൻ പ്രൊവൈഡ് ദ റോൾ മോഡൽ ഇൻ ദ ക്ലാസ്. സാധാരണയായിട്ട് ഓൾഡർ ചിൽഡ്രൻ ആണ് റോൾ മോഡൽ ആയിട്ട് ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികൾക്ക് റോൾ മോഡൽ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, the exercise of practical life which inspires social grace and curiosity help get the children into cohesive group. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും സോഷ്യൽ ഗ്രേസും സോഷ്യൽ ഗ്രൂപ്പ്സ് ഒക്കെ ഫോം ഒക്കെ ചെയ്തിട്ടാണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ തമ്മിൽ നല്ലൊരു കോഹസീവ് ഗ്രൂപ്പ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ടീമൊക്കെ ആയിട്ട് വർക്ക് കൊടുക്കാറുണ്ട് പണ്ട് നമ്മളെ ടീച്ചേഴ്സ് ടീം വർക്ക് കൊടുക്കും അല്ലെ. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ തമ്മിൽ നല്ലൊരു ആത്മാർത്ഥത വരും, ഒരു ഹാർമണി വരും, നല്ലൊരു കോപ്പറേഷൻ വരും അല്ലെ. പണ്ടേ എന്റെ ചെറുപ്പത്തില് നിങ്ങൾക്ക് സ്പോർട്സിന് അവർ ഉണ്ട്. ആ സമയത്ത് മാത്സ് ടീച്ചർ വരാറുണ്ട് ക്ലാസ് എടുത്തോണ്ട്, പക്ഷെ പിടിയുടെ മിസ് കൊടുക്കാറില്ല. 2 അവർ ഫ്രൈഡേ അടുപ്പിച്ച് 2 അവറാണ് സ്പോർട്സിന് വരുന്നത്. ഞങ്ങൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഗ്രൂപ്പായിട്ട് തിരിക്കും. ഗ്രൂപ്പായിട്ട് തിരിക്കുന്ന വെച്ചാല് ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കണമെങ്കിൽ അവർ ഗ്രൂപ്പായിട്ട് ഞാൻ പറഞ്ഞത് അവൾ 2 ഗ്രൂപ്പാണ്, സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും പോകുന്നത്. നമ്മള് വരുമ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടീം എന്ന് പറയുമ്പോൾ കാണുന്ന ടീം സ്പിരിറ്റ് ആണ്. അയാൾ കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് കബഡിയാണ്. നല്ല രീതിയിൽ ടീം സ്പിരിറ്റ് വേണ്ട ഒരു ഗെയിമാണ്. സോ നമ്മൾ ഫെയിൽ ആയാൽ പോലും നമ്മുടെ ടീം മെമ്പറിൽ ആരെങ്കിലും ഒരാള് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഔട്ട് ആയി കഴിഞ്ഞാൽ ആളെങ്ങനെ കേട്ടാം, അല്ലെങ്കിൽ നമ്മളുടെ ടീം എങ്ങനെ വിജയിക്കാം എന്നതായിരിക്കും നമ്മളുടെ പ്ലാൻ അല്ലെ. അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അതൊന്നും നമ്മൾ മൈൻഡേ ചെയ്യില്ല. ഉള്ളൂ. അപ്പൊ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ MT16 എന്ന് പറയുമ്പോൾ ഒരു ടീം സ്പിരിറ്റ് ഇല്ലേ, ഉണ്ടോ? ഓക്കെ, അപ്പൊ ആ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ് ആണ് ഹാർമണി, ഐക്യം. മലയാളത്തിൽ നമ്മൾ പറയും ഐക്യം അല്ലെ. ഹാർമണി ഈസ് എൻകറേജ്ഡ് ഇൻ ദ ക്ലാസ് ത്രൂ വർക്കിംഗ് ടുഗദർ. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് കുട്ടികൾ തമ്മിൽ ഈ ഒരു ഐക്യം ഡെവലപ്പ് ചെയ്യുന്നത്. ആസ് ദർ ഇസ് ഓൺലി 1 സെറ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ എ ക്ലാസ്, ഈ ക്ലാസ് റൂമിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് മാത്രമാണ് ഉള്ളത്. എ ചിൽഡ്രൻ ഹു വാണ്ട്സ് ടു യൂസ് ദം വിൽ ഹാവ് ടു വെയിറ്റ് ദ ചൈൽഡ് ഹു ഈസ് യൂസിങ് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പോ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉള്ള സിറ്റുവേഷൻ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ മെറ്റീരിയൽസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയത്ത് ഈ കുട്ടിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ആ കുട്ടിയുടെ വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് അവർ ആ മെറ്റീരിയൽ തിരിച്ച് ഷെൽഫിൽ എടുത്ത് വെക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം മാത്രമായിരിക്കും ആ മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ത്രൂ ദിസ് ദ ചിൽഡ്രൻ ലേൺ ടു എക്സസൈസ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. ഇതിലൂടെ കുട്ടി പേഷ്യൻസും ക്ഷമയും മറ്റുള്ളവരുടെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്ത് which will gradually bring about harmony in the class. പിന്നീട് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഹാർമണി, നല്ലൊരു ഐക്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഞാൻ എത്ര സ്പീഡിലാണ് എടുക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഏജ് ഗ്രൂപ്പ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ മോണ്ടിസോറി ക്ലാസ് റൂമില്? അത് നമ്മുടെ ക്ലാസ് ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. സീനിയർ, ജൂനിയർ അങ്ങനെ ചെറിയ ലിസ്റ്റില്ല. ആദ്യ കാലങ്ങളിൽ ഡിഫറെന്റ് ഏജ് 3 to 6 ഇയേഴ്സിലെ കുട്ടികൾ ഒരുമിച്ചായിരുന്നു മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ പ്ലേസ് ആക്കുന്നത്. ഇപ്പൊ മിക്കപ്പോഴും അങ്ങനെ വരാറുണ്ട്, മോണ്ടിസോറി സ്കൂളുകളിൽ അങ്ങനെ വരാറുണ്ട്. കാരണം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അപ്പൊ ഓരോ ഏജിനനുസരിച്ചുള്ള ടാസ്ക് ആക്ടിവിറ്റീസും അഡ്വാൻസ്ഡ് വൺ, അതേപോലെ തന്നെ ന്യൂ, ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരുമിച്ചായിരിക്കും ആ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് മുതിർന്ന കുട്ടി എന്ന് പറയുമ്പോൾ മോർ അഡ്വാൻസ്ഡ് വൺ, അവൻ ആദ്യം വന്നതായിരിക്കും. അവന് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് അവന് മേ ബി അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരിൽ മോർ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് ഓൾഡർ വൺസ് ആണെന്ന് പറയുന്നത്. ഓൾഡർ വൺസ് എന്ന് പറയുന്നത് ആദ്യം മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്ന കുട്ടി എന്നൊരു മീനിങ് ഉണ്ട് കേട്ടോ. കാരണം മേ ബി ഏജിൽ നമുക്ക് ഈ സംഭവമില്ല. ചിലപ്പോ കുട്ടി വൈകിയാണ് വരുന്നെങ്കിൽ മേ ബി അവനേക്കാൾ ചെറിയ കുട്ടിയായിരിക്കും അവന് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത്.
ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഡാൻസ് സ്കൂളിൽ പോവാറില്ലേ? ക്ലാസിക്കൽ ഡാൻസിന്റെ ഒക്കെ സ്കൂളുകളിൽ പോവാറുണ്ടോ? പോവാറുണ്ട്. ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ ഇവിടെ? ഞാൻ പറയുന്നത് എങ്ങനെ എനിക്ക് അറിയില്ല, ഞാൻ പറയാം. ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ്. മേ ബി ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവില്ലേ? മേ ബി അമ്മമാരാണ് വിചാരിക്കുക. അമ്മമാര് ഇപ്പൊ ഡാൻസ് പഠിക്കാൻ പോവാണെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറിനേക്കാൾ കൂടുതൽ അവരെ ഗൈഡ് ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളായിരിക്കും. കുഞ്ഞു കുട്ടികൾ അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ കുട്ടികളായിരിക്കും അവരെ ഗൈഡ് ചെയ്യുന്നത്. ആന്റി ഇങ്ങനെ ചെയ്ത് കറക്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? കുഞ്ഞു കുട്ടികളായിരിക്കും. അത് തന്നെയാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണുന്നത്. മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് എന്താ പറയാ, നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 കുട്ടികൾ സെയിം ഏജ് ആണ്. അപ്പൊ ഒരാള് അത് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയായിരിക്കും ചെയ്യാൻ അറിയാത്ത കുട്ടീനെ എന്ത് ചെയ്യുന്നത്? ഗൈഡ് ചെയ്യുന്നത്. കോഹീഷൻ. ഇനി നിങ്ങൾക്ക് ഏത് ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളതെന്ന് പറയാമോ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട് എന്നൊന്ന് പറയാമോ? പാർട്ട് 3 ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്? മിസ്സായിട്ട് എടുക്കാനുണ്ടോ? ഇനി സ്റ്റാർട്ട് ചെയ്യാത്തുണ്ടോ? 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, മോണ്ടിസോറി ടൈപ്സ് ഓഫ് ടേംസ് മാം ജിഷ മിസ് എടുക്കുന്നത്. പാർട്ട് 4 പാർട്ട് 4 ജസ്റ്റ് ഒന്ന് നോക്കോ ഏതെങ്കിലും പോർഷൻ എടുക്കാത്തതുണ്ടോ എന്ന്. കമ്മ്യൂണിക്കേഷൻ എടുത്തോ? ഇല്ല മാം, കമ്മ്യൂണിക്കേഷൻ ഞാൻ എടുക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. കമ്മ്യൂണിക്കേഷൻ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ് മേ ബി ഞാൻ ഹാഫ് അവർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 2:30 3 o'clock ആക്കും കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് മിസ് എടുക്കാം. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആണോ? യെസ് മാം. ഓക്കെ. വായിച്ചു കഴിഞ്ഞോ? അപ്പൊ 4 പോയിന്റ്സ് ഇംഗ്ലീഷിന്റെ ബേസ്. ഇല്ല, വായിച്ചു സോറി. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ.
നമ്മൾ നോക്കുന്നത്. എല്ലാവരും വായിച്ചോ? When there is such cognition, കുട്ടികൾ തമ്മിൽ അങ്ങനെ കൊഗ്നിഷൻ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കുട്ടികളിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആദ്യം പറയുന്ന കോപ്പറേഷൻ ആണ്. കുട്ടികൾ തമ്മിൽ നല്ലൊരു ഐക്യം, കോപ്പറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. When the activity necessitates it, when children voluntarily work in a groups, കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ വരുന്നത് കാണാം. കോപ്പറേറ്റ് വെൻ ദേ നീഡ്. അപ്പോൾ നമ്മൾ സാധാരണ മോണ്ടിസോറി വിമനിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇൻഡിവിജ്വലി ആണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. മേ ബി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവർ നാച്ചുറലി കോപ്പറേറ്റ് ചെയ്ത് അവർ ഗ്രൂപ്പായിട്ടൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ദ ഔട്ട്കം ഓഫ് ഫ്രീ ലൈഫ് വിത്ത് ഫ്രീ ആക്ടിവിറ്റി. ഇത് എന്തിന്റെ ഔട്ട്കം ആണ്? ഫ്രീ ലൈഫ് ആൻഡ് ഫ്രീ ആക്ടിവിറ്റിയുടെ ഒരു ഔട്ട്കം ആയിട്ടാണ് നമുക്ക് കോപ്പറേഷനെ കാണുന്നത്. കുട്ടികൾ തമ്മിൽ പരസ്പരം നല്ലൊരു ഐക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ആണ് ഡിസിപ്ലിൻ അല്ലെ. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല, ബട്ട് എ സോഷ്യൽ ഡിസിപ്ലിൻ വെയർ ബൈ എവരി വൺ സെലക്ട് ഹിസ് വർക്ക്. ഇതൊരു സോഷ്യൽ ഡിസിപ്ലിൻ ആണ്. കുട്ടികളുടേതായ വർക്ക് അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് അവർ വർക്ക് സെലക്ട് ചെയ്യുന്നു. ഡൂയിങ് ഡിഫറെന്റ് തിങ്സ് ബട്ട് ഓൾ വർക്ക് ഇൻ യൂണിസൺ. നമ്മൾ നോക്കുമ്പോൾ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം കാണുമ്പോൾ എല്ലാ കുട്ടികളും ഡിഫറെന്റ് വർക്ക് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ അവർ വർക്ക് ചെയ്യാണ്, നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ത്രൂ എക്സസൈസിങ് പേഷ്യന്റ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞൂലേ, ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ളെങ്കിൽ കുട്ടികൾ ആ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ നല്ല പേഷ്യൻസോട് കൂടി, നല്ല ക്ഷമയോടുകൂടി കുട്ടികൾ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റെസ്പെക്റ്റും പേഷ്യൻസോട് കൂടി പേഷ്യൻസ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ദ ചൈൽഡ് ലേൺ ടു വർക്ക് ഇൻ ആൻ ഓർഡർലി മാനർ. അപ്പൊ കുട്ടികൾ ഒരു ഓർഡർലി മാനറിൽ വർക്ക് ചെയ്യാനും പീസ്ഫുള്ളി ടുഗദർ വിത്ത് ഗെറ്റിംഗ് ഹാർമണൈസ് ഡിസിപ്ലിൻ. കുട്ടികൾക്ക് സമാധാനത്തോടു കൂടി നല്ലൊരു ഹാർമണിയോടുകൂടി നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യുന്നത്, നല്ല ഹാർമണീസ് ആയിട്ടുള്ള ഡിസിപ്ലിൻ കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ബാക്കി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേഗം സ്പീഡിൽ പോകും. അതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഒന്നും കൂടി സൊസൈറ്റി ഓഫ് കൊഹീഷനെ കുറിച്ച് പറയാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നാളെ PG കുട്ടികളുടെ ശ്രദ്ധയ്ക്കാണ്. നാളെ രാവിലെ 12 to 1 PGയുടെ ക്ലാസ്, എന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. പ്രസീത മോൻ സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ PGയുടെ? ഇല്ല മാം, ഇല്ല മാം, പ്രിപ്പയർഡ് ആണ്. അപ്പൊ നാളെ 12 പഠിക്കുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ PGയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, PGയുടെ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞേക്ക് നാളെ അവരുടെ ക്ലാസ് ഉണ്ട്. ആ സമയത്ത് സെമിനാർ എടുക്കാത്ത കുട്ടികൾ സമയത്ത് സെമിനാർ എടുക്കുക എന്ന് ഗ്രൂപ്പിലൊന്ന് ഇൻഫോം ചെയ്യും. നാളെ എന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. സെമിനാർ എടുക്കാത്ത എല്ലാ കുട്ടികളും ആ ഒരു ക്ലാസ്സിൽ തന്നെ സെമിനാർ എടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ മേ ബി നെക്സ്റ്റ് സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് വെക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് കാണാൻ പറ്റാത്തവരാണെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സെങ്കിലും കാണാം. ഓക്കെ മാം, MT17 പ്രാക്ടിക്കൽ ക്ലാസ് നെക്സ്റ്റ് വീക്ക് ആണ്. പ്രാക്ടിക്കൽ മാറ്റിയിടാം. 27th മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുന്നുണ്ടോ ഒന്ന്? എനിക്ക് വരണം എന്നുണ്ട് മാം. അപ്പോ ഡേറ്റ് അറിയാൻ വേണ്ടിട്ടായിരുന്നു. കാരണം 17 കുട്ടികൾ കുറവായിട്ടുണ്ട്. അത് 27th മാറ്റിയിട്ടുണ്ട് കേട്ടോ. സാറ്റർഡേ മോനൊന്ന് ഇൻഫോം 27th സാറ്റർഡേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോനൊന്ന് PR-നോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഞാൻ MT16 കുട്ടിയാണ്. 27th വന്നോക്കെ ഒന്ന് ഇൻഫോം ചെയ്യണം. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ചിത്രയുടെ സെമിനാർ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ജിഷാന് സർ. താങ്ക് യു മിസ്സേ. അന്ന് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഷംസിന്റെ അടുത്ത്, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിട്ട് എടുത്തതാണോ എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പോ താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, സൈൻ ഔട്ട് ഒന്നുമില്ല അല്ലേ? താങ്ക് യു. അതിനോട് പറയട്ടെ, പറഞ്ഞോളാം. എപ്പോഴും ഞാൻ തന്നെ വരും. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആരെങ്കിലും പറയണമെന്ന് നോക്കാൻ വേണ്ടി.
ഒന്ന് ക്ലാസ് എടുത്ത് ഞങ്ങളുടെ ക്ലാസ് ഒക്കെ തീരാറായി, എല്ലാരും മിസ് ചെയ്യും. വൈവയുടെ എല്ലാരും ആ തിരക്കിലാണ്. ഇനിയിപ്പോ എക്സാം ഒക്കെ ആണല്ലോ, എല്ലാരും നല്ലോണം പഠിക്കുക, ടെൻഷൻ അടിക്കാണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മിസ്. ബൈ. നാളെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നാളെ PGക്കല്ലേ, മറ്റേതുണ്ടാവോ ഡിപ്ലോമയുടെ? ഉണ്ടാവില്ല. ഉം. താങ്ക് യു. ശരി.